ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശയ്ക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു സ്മൂത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒട്ടും തന്നെ ലംസ് ഒന്നും പാടില്ല. നമുക്കൊരു പെർഫെക്റ്റ് ബാറ്റർ കിട്ടുന്ന വരെ നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തീരെ കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫ്ലോയിങ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ബാറ്റർ അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ആ രീതിയിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇനി ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ബാജി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് അതൊന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബാജി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബാജിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം ഒന്ന് 2 മിനിറ്റ് വരെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ദോശമാവിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയോ ഇനോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ദോശമാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. മാവൊന്ന് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളെ ദോശമാവ് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ദോശ തവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ദോശത്തവ ഒന്ന് ചൂടാക്കി എടുക്കണം. തവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ തവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ദോശത്തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ദോശ ഉണ്ടാക്കാനാവുമ്പോൾ നമുക്ക് ഈ തവ വീണ്ടും ഒന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറോ തുണിയുണ്ടോ അത് തുടച്ച് കളയാം. അധികം ചൂടായാൽ ദോശ നന്നായി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ ഇതേപോലെ നന്നായിട്ട് തുടച്ചെടുക്കുക.
ഇനി ഒരു 2 ഡ്രോപ്പ് ഓയിൽ നമുക്ക് തവയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഒന്നത് മെല്ലെ പരത്തിയെടുക്കുന്നുണ്ട്. ദോശമാവ് പരത്തിയെടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം, എന്നാലേ നമുക്കിത് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഫ്ലെയിം ഹൈ ആയാൽ നമുക്ക് ദോശമാവ് ശരിക്കും പരത്തിയെടുക്കാൻ പറ്റില്ല. എല്ലാം തവയിൽ തന്നെ മാവൊക്കെ ഒട്ടിപ്പോവും. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്ടകം ഉപയോഗിച്ചിട്ട് ഈ ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാം ഈ ദോശയുടെ സൈഡൊക്കെ ശരിക്കും ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഈ ദോശ ഒന്ന് അടർത്തിയെടുക്കാം. നമ്മൾ ആദ്യമേ അയൺ തവനെ സീസണിങ് ചെയ്യുന്നതുകൊണ്ട് ഈ ദോശയൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടുന്നുണ്ട്. നമ്മളെ ദോശ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. അയൺ തവ ആയതുകൊണ്ട് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോവും. ഇനി അടുത്ത ദോശ ഉണ്ടാക്കുമ്പോഴും ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കണം, എന്നിട്ടേ മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാവൂ. അപ്പം നമ്മൾ ഈ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ദോശ എത്ര പെട്ടെന്നാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ദോശ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികളുടെ ലഞ്ച് ബോക്സിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും അയണ്ട ദോശ തവിയിൽ ദോശ ഉണ്ടാക്കി നോക്കണം. നല്ല പേപ്പർ തിൻ ക്രിസ്പി ദോശ റെഡിയായി കിട്ടും. നമ്മളെ ദോശയൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത്. ആരും പറയില്ല ഇത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയതല്ലാന്ന്. ഇരുമ്പിൻ്റെ ദോശ തവ ആയിരിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം മതി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല പെർഫെക്റ്റ് ഗോൾഡൻ കളർ ദോശ റെഡി ആയിട്ടുണ്ട്, ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ ദോശ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഈ ദോശ നമുക്ക് വേണമെങ്കിൽ ബാജിയും ചട്നിയും ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്ക് മസാല ദോശ ആയിട്ടും കഴിക്കാം. ദോശ റെഡി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ബാജി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നോൺ സ്റ്റിക്ക് തവയ്ക്ക് പകരം അയണ്ട ദോശ തവ ഉപയോഗിച്ച് നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ദോശയൊക്കെ റെഡിയായി കിട്ടും. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക.